ഞാനും എൻ്റെ രണ്ട് അനിയത്തിമാരും ഇവരെൻ്റെ റിലേറ്റീവ്സാണ്. സോ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒന്ന് ചാലക്കുടിയിൽ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പഞ്ചായത്തിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ചാലക്കുടിയിൽ കറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ. ഈ DBC സ്റ്റൈൽ, നമ്മുടെ ബാംഗ്ലൂരിലുള്ള DBC സ്റ്റൈലിലുള്ള ഒരു ഡെസേർട്ട് ചാലക്കുടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ 11:30 അത് ഓപ്പൺ ആവുള്ളൂ. നമ്മൾ 10 ആയപ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ ടൈം പോകാൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്തുള്ള ഒരു ജ്യൂസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ, ജ്യൂസി അത്യാവശ്യം ഫേമസ് ആണ്, എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പോൾ ജ്യൂസിയിൽ കയറി അവിടെ നിന്ന് ഒരു പപ്പായ ജ്യൂസ്, അതുപോലെ തന്നെ ഒരു മൊയ്റ്റോ, ഒരു മെക്സിക്കൻ സ്റ്റൈൽ ലോഡഡ് ഫ്രൈസും കഴിച്ചു. ഓക്കെ ആയിരുന്നു. നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ DBC ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു ഡെസേർട്ട് കഴിക്കണം എന്നായിരുന്നു. ടൈം പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ നമ്മൾ കനത്തിലൊന്നും കഴിച്ചില്ല. ജസ്റ്റ് ഒരു ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ഈ 2 ഡ്രിങ്ക്സും കുടിച്ചോളും. അത് ഓക്കെ ആയിരുന്നു കേട്ടോ. മോസ്റ്റ്ലി ഓൾറെഡി ഭയങ്കര ഉപ്പാണ്. അപ്പോൾ അനീതിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും നമ്മൾ നമ്മുടെ ഫ്രോസ്റ്റ് ബേയിൽ വന്നപ്പോൾ, ഫ്രോസ്റ്റ് ബേ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് വരുന്നത്. നമ്മുടെ മൂലൻസ് മാർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ചാലക്കുടിയിൽ പക്ഷെ കുറേ സംഭവങ്ങൾ വന്നിട്ട് ഞാനങ്ങനെ ചാലക്കുടിയിൽ അങ്ങനെ ഇറങ്ങി കണ്ടിട്ട് കുറേ നാളായി. വീണ്ടും നമ്മൾ അവിടെ ഓപ്പണായി സാധനങ്ങളൊക്കെ ഓക്കെ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ടൈം പോകാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സ്കാൻഡി, നമ്മുടെ പോപ്പ് സ്റ്റിക്കിൾസൊക്കെ കിട്ടുന്ന സ്കാൻഡിയിൽ പോയി അവിടെ പോയിട്ട് ബിസ്കോഫ്, അതുപോലെ തന്നെ കോട്ടൺ ക്യാൻഡി, റെഡ് വെൽവെറ്റ്, അങ്ങനെ 3 ക്യാൻഡി മേടിച്ച് കഴിച്ചു. ഞാൻ ബിസ്കോഫ് ആർട്ടിൻ്റെ എടുത്തത് അത്യാവശ്യം നന്നായിരുന്നു. കുറേ ഷോപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു. ഇപ്പോൾ ഞാൻ പണ്ടൊന്നും വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഐറ്റം നമുക്ക് കയ്യിൽ കിട്ടി. കുഞ്ഞു സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഐസ്ക്രീം ബേസ്ഡ് ആയിട്ടും ബ്രൗണി ബേസ്ഡ് ആയിട്ടും വാങ്ങിക്കായിരുന്നു. ഞാൻ ആദ്യം നോക്കിയത് ബ്രൗണി ആയിരുന്നു. പക്ഷേ കുറച്ച് സാധനങ്ങൾ കഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഐസ്ക്രീമാണ് പറഞ്ഞത്. കുറേ നട്ട്സൊക്കെ ഇട്ടിട്ട്, നട്ട്സ് അല്ല, നമ്മുടെ പീനട്ട്സൊക്കെ ഇട്ടിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളൊരു നല്ല ഐറ്റം ആയിരുന്നു. 140 റുപ്പീസ് എത്രയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് വർത്താണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.